ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടെയുള്ള പ്രാർത്ഥന ശിക്ഷയെ പോലും അനുഗ്രഹമാക്കി മാറ്റും. യോന പ്രവാചകന്റെ പുസ്തകം എടുത്ത് വായിക്കണം. യോന കർത്താവിനോട് മറുതലിച്ചു. അവൻ തന്നിഷ്ടം കാണിച്ചു. അത് ദൈവത്തിൻ്റെ പ്രവാചകനാണെന്ന് ഓർക്കണം. തന്നിഷ്ടം കാണിച്ചപ്പോൾ കർത്താവിൻ്റെ ശിക്ഷ സ്വാഭാവികമായിട്ട് യോനായ്ക്ക് വന്ന് പതിച്ചു. യോനായെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു മത്സ്യം യോനായെ വിഴുങ്ങി. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടക്കുന്ന വ്യക്തിക്ക് എന്ത് പ്രത്യാശ കിട്ടാനാ? ആഴിയുടെ അഗാധങ്ങളിൽ കിടക്കുന്ന വ്യക്തിക്ക് എന്താ പ്രത്യാശയുടെ നാമ്പുകളുള്ളത്? എന്നാൽ യോനായുടെ ഉള്ളിലേക്ക് ഒരു പ്രത്യാശയുടെ കിരണങ്ങൾ ഉയർന്നു. യോന ആ മത്സ്യത്തിൻ്റെ ഉദരത്തിൽ കിടന്ന് ആഴിയുടെ അഗാധങ്ങളിൽ കിടന്ന് പ്രത്യാശയോട് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞാൻ ബലികൾ അർപ്പിച്ച് സ്തോത്രയാഗങ്ങൾ അർപ്പിച്ച് നിന്നെ മഹത്വപ്പെടുത്തും. കർത്താവിൻ്റെ പക്കലാണ് രക്ഷ. ഹല്ലേലൂയ. ഇതാ പ്രിയപ്പെട്ടവരെ, പ്രത്യാശയില്ലാത്ത യോന വിളിച്ചു പറഞ്ഞു, കർത്താവിൻ്റെ പക്കലാണ് രക്ഷ. ഈ പ്രാർത്ഥന കർത്താവിന് വളരെ പ്രീതികരമായി തോന്നി. കർത്താവ് എന്തു ചെയ്തു? യോനായെ വിഴുങ്ങിയ മത്സ്യത്തോട് കൽപ്പിച്ചു, യോനായെ കരയ്ക്ക് കൊണ്ടുപോയി ഛർദ്ദിച്ചിടുക. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടുള്ള പ്രാർത്ഥന ഇതാ അത് ശിക്ഷയെ പോലും അനുഗ്രഹമാക്കി മാറ്റും. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത എന്താ? എനിക്ക് പൂർവിക ശാപമുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെ കിട്ടിയ ശാപമുണ്ട്, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിലൂടെ പാപ വഴികളിലൂടെ എനിക്ക് ശാപമുണ്ടെന്ന് പറഞ്ഞല്ലേ നമ്മൾ ഓരോരുത്തരും നടക്കുന്നത്. എന്നാൽ പ്രത്യാശയോടെ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അതിനെയൊക്കെ നിർവീര്യമാക്കാൻ പറ്റുന്ന ഒരു ശക്തി ദൈവം നമ്മുടെ മേലൊഴുക്കും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. കുടുംബത്തിലെ കെട്ടുകൾ, കുടുംബത്തിലെ ചങ്ങലകൾ, കുടുംബത്തിലെ ബന്ധനങ്ങൾ എന്തു ചെയ്താലും ഫലമണിയുന്നില്ല, എന്തു കിട്ടിയാലും തികയുന്നില്ല, കുടുംബത്തിൽ സമാധാനമില്ല, വഴക്കും പ്രശ്നങ്ങളും സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, യോനായെ പോലെ പ്രത്യാശയോടൊരു പ്രാർത്ഥന, പ്രത്യാശയോടുള്ള ഒരു ഉപവാസം അത് നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ അൺകോമൺ മിറക്കിൾസ് കാണാൻ സാധിക്കും പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ ദൈവം ഇടപെട്ടു എന്ന് കേൾക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെ? മധ്യസ്ഥ പ്രാർത്ഥനയോ അല്ലെ സ്വന്തം വ്യക്തിപരമായ പ്രാർത്ഥനയോ ഉപവാസ പ്രാർത്ഥനയോ നിരന്തരം നയിച്ചാൽ മാത്രം മതി. അൺകോമൺ മിറക്കിൾസ്. അതാ ജെറമിയ 33:3 കർത്താവ് പറയുന്നത്, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ രഹസ്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. ബുദ്ധിക്ക് അഗ്രാഹ്യമായ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് സ്വർഗീയ രഹസ്യങ്ങളാണ്. ഈശോയുടെ പീഡാനുഭവ രഹസ്യങ്ങളാണ്, പെസഹ രഹസ്യങ്ങളാണ്. അതുപോലും നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും എന്നാണ് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മിറക്കിൾസ് കാണാൻ സാധിക്കണമോ? മധ്യസ്ഥം വഹിക്കുക, നിരന്തരം ഉപവസിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. വലിയ മിറക്കിൾസ് നമുക്ക് കാണാൻ പറ്റും. ഞാനിത് പറയുമ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ കേസ് വാദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഊമക്കത്ത് ഒരു കേസ് വന്നു. ആ ഊമക്കത്തിൻ്റെ കേസ് വരുമ്പോൾ അവിടെ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഞങ്ങളെല്ലാം. കുറേ പേരുണ്ട്. ആ മധ്യസ്ഥ പ്രാർത്ഥന അവിടെ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഈ ഊമക്കത്തിൻ്റെ പേരിൽ ഡിവൈൻ ധ്യാനേന്ദ്രത്തെ റെയ്ഡ് ചെയ്യുന്നു. അവിടെയുള്ള പല കാര്യങ്ങൾ അവർ പരിശോധിക്കുന്നു. മീഡിയക്കാർ വന്നിട്ട് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്നു. മീഡിയക്കാരുടെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന് എവിടെ ചെന്ന് പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക, എന്നിട്ട് അത് പകർത്തി ഇതാ മീഡിയയിൽ കൊടുത്ത് മറ്റുള്ളവരെ അതിലേക്ക് ആകർഷിക്കുക. ഇതാണ് അവരുടെ പരിപാടി. അവരവിടെ വന്ന് പ്രകോപനകരമായി പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഡിവൈൻ ധ്യാനം ഒരു വലിയൊരു വേദനയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക.
ഞങ്ങളാകട്ടെ അവിടുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, നിരന്തരം കരഞ്ഞു പ്രാർത്ഥിക്കുന്നു, ക്ഷമിച്ചു പ്രാർത്ഥിക്കുന്നു, കർത്താവിനോട് രാപകലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ പ്രാർത്ഥനകളൊക്കെ നടക്കുമ്പോഴും യാതൊരു വിധത്തിലും കേസിന് പുരോഗതിയില്ല. മതവർഗീയവാദികളും അതുപോലെ നിയമപാലകരും ഈ ധ്യാന കേന്ദ്രത്തെ എങ്ങനെയെങ്കിലും പൂട്ടി അതിൻ്റെ താക്കോല് കണ്ട് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കൽ ഞാനും ബഹുമാനപ്പെട്ട പനക്കലച്ഛനും കൂടി വട്ടായച്ഛൻ്റെ അടുത്ത് താവളം ധ്യാന കേന്ദ്രത്തിൽ ഒരു ധ്യാനം കൂടാൻ വേണ്ടി പോയി. ഞങ്ങൾ ധ്യാനമൊക്കെ കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം മടക്കയാത്രയ്ക്ക് നിൽക്കുമ്പോൾ, കുർബാന കൂടാൻ നിൽക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നീ വരുന്നുണ്ടെങ്കിൽ വാ, കുർബാന നമുക്ക് പിന്നെ കൂടാം, ഡിവൈനിൽ ചെന്നർപ്പിക്കാം. അങ്ങനെ അച്ഛൻ്റെ കൂടെ ആ വണ്ടിയിൽ യാത്ര ചെയ്ത് പോന്നപ്പോൾ ഞാൻ അച്ഛനോടൊരു ചോദ്യം ചോദിച്ചു. അച്ഛ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ആ ഗെത്സമൻ പ്രാർത്ഥനാ ഗ്രൂപ്പിലിരുന്ന് ഏത് ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ അതിന് മറുപടി കിട്ടിയെന്ന് അവർ തിരിച്ച് സാക്ഷ്യപ്പെടുത്തി വിളിച്ചു പറയാറുണ്ട്. എന്നാൽ ഈ കേസിന് വേണ്ടി 2 കൊല്ലം പ്രാർത്ഥിച്ചിട്ട് എന്തേ അച്ഛ ഒരു മാറ്റവുമില്ലാതെ ഇങ്ങനെ തുടരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് തിരിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ആ കേസിന്റെ വിധി അവിടെ കടന്നു വന്നു. എന്താ വിധി എന്നറിയാവോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6:23 പറയുന്നത്, ദാനിയേൽ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട്, ദൈവത്തോട് ചേർന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് ദാനിയേലിനെ കുഴിയിലിട്ടപ്പോൾ അവനൊരു പോറൽ പോലും ഏൽക്കാൻ ദൈവമായ കർത്താവ് അവനെ അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ആ വിധി വന്നപ്പോൾ ഇതാ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് അനുവദിച്ചില്ല. ഇതുപോലെ സംഭവങ്ങൾ 100 മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഫലം കൊയ്യുന്ന ശക്തിയാണ്. ഫലം കൊയ്യുന്ന ശക്തി. നിരവധി പ്രാർത്ഥനകളും ഉപവാസങ്ങളും നടത്തുന്നവരോട് ഞാൻ പറയുന്നു, അത് നിർത്താതെ തുടർന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ശരിക്കും പറഞ്ഞാൽ കയറ്റം കയറുന്ന വണ്ടി പോലെ ആയിരിക്കണം. എന്താണ് ഈ കയറ്റം കയറുന്ന വണ്ടിയുടെ പ്രത്യേകത? കയറ്റം കയറുന്ന വണ്ടിയുടെ പ്രത്യേകത ഇടയ്ക്ക് വെച്ച് ഒരു നിൽപ്പില്ല. പ്രൈസ് ദി ലോർഡ്. 1 സാമുവേൽ 12:23 പറയുന്നത്, നിങ്ങൾക്കെതിരെ തുടർന്ന് പ്രാർത്ഥിക്കാതെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരിക്കാൻ ദൈവമേ എന്നെ അനുഗ്രഹിക്കണമേ. അപ്പോൾ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു വ്യക്തി നമുക്ക് നിയോഗം തന്നാൽ ആ വ്യക്തിയുടെ ആത്മീയവും ഭൗതികവുമായ മേഖലകൾ അനുഗ്രഹിക്കപ്പെടുന്നത് വരെ ആ വ്യക്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിർത്തിക്കളയരുത്. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, വടംവലിക്കാരനെ പോലെ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. വടംവലിക്കാരനെ പോലെ പ്രാർത്ഥിക്കണം. അത് കർത്താവേ, നിന്റെ പരിശുദ്ധ നാമത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, അതെനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 7-ാം തിരുവചനം, അവിടെ ഒരു പെൺകുട്ടിയുണ്ട്, നീതി ലഭിക്കാതെ വേദനിച്ച ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ആ ന്യായാധിപന്റെ പക്കൽ പലവട്ടം പോയി, പക്ഷെ നീതി ലഭിക്കുന്നില്ല. ആ പെൺകുട്ടി കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് നീതി നിറവേറ്റി തരണമേ. ഉടനെ ആ ന്യായാധിപനോടും പറഞ്ഞു, നീതി നിറവേറ്റി തരണമേ. അവളുടെ യാചന ആ മനുഷ്യൻ സ്വീകരിച്ചു. അവൻ നീതി നടത്തി കൊടുക്കാൻ തയ്യാറായി. അതിനെ ശ്ലാഘിച്ചുകൊണ്ട് യേശു എടുത്തു പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 18:7, ഇതാ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കാൻ കാലവിളംബം വരുത്തുമോ? കരങ്ങളുയർത്തി സ്തുതിച്ച്, രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തന്റെ പ്രിയപ്പെട്ടവർക്ക് നീതി നടത്തി കൊടുക്കാൻ, അനുഗ്രഹം കൊടുക്കാൻ, അഭിഷേകം കൊടുക്കാൻ കർത്താവ് കാലവിളംബം, കാലതാമസം വരുത്തുമോ? ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മൾ സ്നേഹത്തോടെ സ്വീകരിക്കുമ്പോൾ, ചെയ്യുമ്പോൾ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകും. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ മിറക്കിൾസ് കാണാൻ പറ്റുമെന്ന് വെറുതെ പറഞ്ഞതല്ല. ഒരിക്കൽ പ്രാർത്ഥനാ ഗ്രൂപ്പിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ കുറേ പേരുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോണിലൂടെ ഒരു നിലവിളി കേൾക്കുന്നു. ആ നിലവിളി ഇതായിരുന്നു, ഇതാ സഹോദരങ്ങളെ, എൻ്റെ കൊച്ച് പൈസ വിഴുങ്ങി അത് ഇവിടെ ഈ ശ്വാസനാളത്തിൽ തങ്ങി നിന്നു. കുട്ടിക്ക് പൈസ കളിക്കാൻ വേണ്ടി കൊടുത്തതാ. അത് കളിച്ച് ചിരിച്ച് വായിലിട്ട് ഇങ്ങനെ നടന്നപ്പോൾ പെട്ടെന്ന് ആ പൈസ വിഴുങ്ങിപ്പോയി. അത് ശ്വാസനാളത്തിൽ കയറി.
ഈ കുട്ടി മരണവെപ്രാളത്തോടുകൂടി വീട്ടിൽ കിടന്ന് കരയുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാലിട്ട് അടിക്കുകയാണ്. ഇത് കണ്ട മാതാപിതാക്കൾക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ആ മാതാപിതാക്കൾ വേദനയോടെ കരഞ്ഞിട്ട് പറഞ്ഞു, ബ്രദറെ എത്രയും വേഗം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് സഹായിക്കണം. ആ കുട്ടിയുടെ പേരെന്താന്ന് ചോദിച്ചു. കുട്ടിയുടെ പേര് പറഞ്ഞു. എല്ലാവരും കൂടെ പ്രിയപ്പെട്ടവരെ 2 കരങ്ങളും ഉയർത്തിപ്പിടിച്ചു. എന്നിട്ടൊരു പ്രാർത്ഥന നടത്തി. ദൈവമേ, അബ്രാഹത്തോട് നീ പറഞ്ഞല്ലോ കുട്ടിയുടെ മേൽ കൈവയ്ക്കരുതെന്ന്. നീ തന്നെ പറഞ്ഞല്ലോ യേശുവേ, കുഞ്ഞുങ്ങളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം ഉള്ളത്, കുഞ്ഞുങ്ങളെ തടയരുതെന്ന്. എങ്കിൽ യേശുവേ, ഈ 2 തിരുവചനങ്ങളുടെ യോഗ്യതയാൽ ഈ കുഞ്ഞ് നേരിടുന്ന പ്രതിസന്ധികളെ നീക്കണമേ, ഈ കുടുംബത്തിന്റെ വേദന അകറ്റണമേ എന്ന് പറഞ്ഞ് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഫോണിലൂടെ തിരിച്ചൊരു വിളി വന്നിരിക്കുന്നു. കുഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതാ പൈസ ഛർദ്ദിച്ചിട്ടിരിക്കുന്നു. ഹല്ലേലൂയ! ശക്തിയോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ! പൈസ ഛർദ്ദിച്ചിട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മിറക്കിൾസ് കാണാൻ പറ്റും ഉപവാസവും പ്രാർത്ഥനയും വഴി. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. ഒരിക്കലും മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ഏകദിന ശുശ്രൂഷ നടക്കുക. 100-300 പേര് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എഴുതി തന്നത് വെച്ച് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ശക്തമായ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി ആ മുന്നിലേക്ക് വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. സഹോദരങ്ങളെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? വർഷങ്ങളായി എൻ്റെ വിവാഹം നടക്കുന്നില്ല. വിവാഹം നടക്കാത്തതിന് കാരണമുണ്ട്. വിവാഹ കമ്പോളത്തിലേക്ക് ആവശ്യമായ കളറും ഇല്ല, വലിപ്പവും ഇല്ല. അതുകൊണ്ട് അവളുടെ വിവാഹം നടക്കാതിരിക്കുന്നു. ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു. പെട്ടെന്ന് അവൾ മുട്ടുകുത്തി. ഇതിന് മുട്ടുകുത്താൻ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് പശു നിൽക്കുന്നത് പോലെ കൈയും കാലും കുത്തി അതങ്ങോട്ട് നിന്നു. ഞാൻ പറഞ്ഞു, 300 പേരോടും പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ വേദന എൻ്റെ സ്വന്തം ഒരു പെങ്ങൾ വേദനിച്ച് കരയുന്നതായി കണ്ട് കൈ നീട്ടിപ്പിടിക്കുക. നമ്മുടെ കുടുംബത്തിൽ ഒരാളുടെ വിവാഹം നടക്കാതെ വേദനിക്കുമ്പോൾ എന്തുമാത്രം സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ. അത് കണ്ടുകൊണ്ട് ഇവിടെ നേരെ കൈ നീട്ടാൻ പറഞ്ഞു. ശക്തമായി പ്രാർത്ഥിച്ചു. ഇതാ ഉൽപ്പത്തിയുടെ പുസ്തകം 2:18 തിരുവചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. കർത്താവേ, മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ കൊടുക്കുമെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ തിരുവചനത്തിന്റെ യോഗ്യതയാൽ ഈ മകളെ ഒരു സാക്ഷിയാക്കി മാറ്റണം. അതുപോലെ തന്നെ ഇവിടെ വിവാഹം എത്രയും വേഗം നടക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചു വിട്ടപ്പോൾ അവളുടെ കണ്ണുനീര് ആ നിലത്ത് ഇങ്ങനെ കുമളകൾ പോലെ കിടക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു, സാരമില്ല, സന്തോഷത്തോടെ പോയിക്കോ. പിറ്റേ 2ാം ശനിയാഴ്ച ഒരു ദുഃഖ ശനിയാഴ്ചയാണ്. അന്ന് ആ പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടി ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏകദിനത്തിന് വന്നിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ മുഖത്ത് ഒരു സന്തോഷം? അപ്പോഴാണ് ആ പെൺകുട്ടി പറഞ്ഞത്, ബ്രദറെ, അന്ന് കഴിഞ്ഞ മാസം നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചില്ലേ, യേശുദേവൻ ആ പ്രാർത്ഥന കേട്ടു, എൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. എൻ്റെ നിയുക്തവരൻ മണ്ണുത്തി സർവകലാശാലയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ഇതാ മെയ് മാസം 2-ാം തീയതിയാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ഇതുപോലെ സമാന വേദന അനുഭവിക്കുന്നവര്, കഷ്ടതകൾ അനുഭവിക്കുന്നവര്, ദുരിതങ്ങൾ അനുഭവിക്കുന്നവര് എല്ലാവരും വിളിക്കട്ടെ. യേശുവേ എന്ന് ശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈ സമയത്ത് വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, വസ്തുവിൽപ്പന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, മക്കളില്ലാത്ത തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, വരുമാന മാർഗങ്ങളുടെ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ, വരുമാന വഴികൾ തുറക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ! ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ! പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും ഇത്രയേറെ ശക്തിയുണ്ടെന്ന് എന്നെ പഠിപ്പിച്ച നിമിഷങ്ങളായിരുന്നു അതൊക്കെ. പ്രൈസ് ദി ലോർഡ്! ഹല്ലേലൂയ! ഹല്ലേലൂയ! യേശു പറഞ്ഞ ചില വാക്കുകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. യേശു പോലും ചില തീരുമാനങ്ങൾ എടുത്തത് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ജാഗരിച്ചാണ്. ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ജാഗരിക്കുകയും ചെയ്തു. അത്രയേറെ സിലക്ട് ചെയ്ത് ആ ശിഷ്യന്മാരെ എടുത്തിട്ടോ ആ പാർട്ടികളാണെങ്കിൽ ഒന്ന് തള്ളി പറയുന്നവനും, ഒന്ന് ഒറ്റി കൊടുക്കുന്നവനും, ഒന്ന് സംശയിക്കുന്നവനും, അങ്ങനെ നിരവധി ബലഹീനതകളുള്ളവർ. എന്നെ ദൈവം ഒരു കാര്യം പഠിപ്പിച്ചത് ഇതാണ്: നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ 3 ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കണം.
അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയം വരികയില്ല. അത് എഴുതിയെടുത്ത് വെക്കോ വീട്ടിലേക്ക്. 3 ചോദ്യം നമ്മളോട് ചോദിക്കണം. 1, ഞാൻ ഈ പ്രവൃത്തി ചെയ്താൽ അത് ദൈവത്തിന് പ്രീതികരമായിരിക്കുമോ? 2, ഈ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിന്നാൽ എൻ്റെ ബന്ധങ്ങൾ വഷളാകുമോ, ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകുമോ? 3, ഞാൻ എൻ്റെ ഈ തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയാൽ എൻ്റെ നില പരിങ്ങലിലാകുമോ, എൻ്റെ തൊപ്പി തെറിക്കുമോ, ഞാൻ കെണിയിലകപ്പെടുമോ? ഈ 3 ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചിട്ട് ആത്മീയവും ഭൗതികവുമായ തീരുമാനങ്ങൾ എടുത്തോ, ജീവിതത്തിൽ ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വലതുകര ഉയർത്തിയിട്ടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളൊരു ചെറിയ ത്യാഗം യേശുവിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമരായുധം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയും ഉപവാസവുമാണ്. നിത്യശത്രുവിനെതിരെ പോരാടാനുള്ള ആധ്യാത്മിക ആയുധങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയും ഉപവാസവുമാണ്. അതുകൊണ്ട് യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ എടുത്തു പറയുന്നത്, നിനക്കെതിരെ ഉയർത്തിയ ഒരായുധവും ഫലപ്രദമാകുകയില്ല. സാത്താൻ നമ്മളെ തകർക്കുന്നത് 3 രീതിയിലൂടെയാണ്. അതൊക്കെ എഴുതിയെടുക്കണം. സാത്താൻ നമ്മളെ തകർക്കുന്നത് 3 രീതികൾ പ്രയോജനപ്പെടുത്തും. ആ 3 രീതിയിലുള്ള ദുഷ്ടാരൂപിയുടെ സ്വാധീനം നമ്മളിലേക്ക് കടന്നു വരും. എങ്ങനെയാണെന്നറിയാവോ? ആന്റി സ്പിരിറ്റിന്റെ സ്വാധീനം, ഇവിൾ സ്പിരിറ്റിന്റെ സ്വാധീനം, റിബൽ സ്പിരിറ്റിന്റെ സ്വാധീനം. ഇവിടെയാണ് ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെ ശക്തി വരുന്നത്. ആന്റി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നെഗറ്റീവായിട്ട് കണ്ട് ചിന്തിച്ച് നടക്കുന്ന ചില വ്യക്തി, എന്തിലും നെഗറ്റീവ് കാണുന്നവർ, എന്തിലും കുറവ് കാണുന്നവർ, എല്ലാത്തിലും വൈകല്യങ്ങൾ കാണുന്നവർ, ഇത് ആന്റി സ്പിരിറ്റിന്റെ സ്വാധീനമാണ്. ഇനി റിബൽ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ശക്തിയുണ്ട്. അതെങ്ങനെയാണെന്നറിയാവോ? എല്ലാത്തിനെയും എതിർക്കുക, ചോദ്യം ചെയ്യുക, വിമർശിക്കുക, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. 3ാമത്തത് ഇവിൾ സ്പിരിറ്റാണ്. പാപകരമായ മാർഗത്തിലൂടെ നമ്മളെ നയിച്ച് തകർക്കാൻ ശ്രമിക്കുന്ന വ്യക്തി. ഈ 3 ശക്തിയും നമുക്ക് ചുറ്റും വലയം ചെയ്ത് കിടപ്പുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, കോട്ട കെട്ടി പാളയമടിച്ച് രക്ഷാമുദ്ര കുത്തി പ്രാർത്ഥിക്കണമെന്ന്. ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ കൗൺസിലിങ്ങിനായിട്ട് ഒരുങ്ങുമ്പോൾ, അല്ല യാത്രയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ കോട്ട കെട്ടി പാളയമടിച്ച് രക്ഷാമുദ്ര കുത്തി കാത്തുകൊള്ളണം. അപ്പോൾ നമുക്കെതിരെ ഉയർത്തിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങളിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഏതെങ്കിലും ഈ 3 തിന്മയുടെ സ്വാധീനങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ശുശ്രൂഷയെ അലട്ടുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പിനെ അലട്ടുന്നുണ്ടെങ്കിൽ, അവയെല്ലാം ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥന വഴി, പ്രിയപ്പെട്ടവരെ, ഉപവാസം വഴി നീങ്ങിപ്പോകും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മളൊരു യുദ്ധഭൂമിയിലാണ്. ഈ യുദ്ധഭൂമിയിൽ റെസ്റ്റ് എടുക്കാൻ പാടില്ല. യുദ്ധഭൂമിയിൽ റെസ്റ്റ് എടുത്താൽ അവൻ്റെ മേലായിരിക്കും ആദ്യത്തെ ബോംബ് വന്ന് വീഴുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്താണ് യുദ്ധഭൂമി എന്ന് പറഞ്ഞാൽ? നമ്മൾ പിശാചിനോടും ജഡത്തോടും ലോകത്തോടും പോരാടി ജയിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക് പോകേണ്ടവരാ പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ ഈ യുദ്ധഭൂമിയിൽ നമുക്ക് നേരിടേണ്ട ഒരു സമരായുധം നമ്മൾ കയ്യിലെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഹല്ലേലൂയ. അതിനെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വം അവിടെ നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ തിരുവചനമാകും ഈ സമരായുധം, ചിലപ്പോൾ കുരിശാകും ഈ സമരായുധം, ചിലപ്പോൾ ഉപവാസമാകും, ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു പ്രാർത്ഥനയായിരിക്കും ഈ സമരായുധം. ക്രിസ്ത്യാനിയെ പോലെ ഇതുപോലെ ഈ സമരായുധം എടുക്കുന്ന മറ്റൊരു വർഗവും ഭൂമുഖത്തില്ല. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാവോ? ഈ മധ്യസ്ഥ പ്രാർത്ഥന നമ്മുടെ സ്വാർത്ഥതയുടെ വേര് പറിച്ചു മാറ്റും. സ്വാർത്ഥതയുടെ വേര് പറിച്ചു മാറ്റും. സ്വാർത്ഥനായ ഒരു വ്യക്തിക്ക് മറ്റൊരുവന് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല.
നിയമാവർത്തന പുസ്തകം 33-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവേ, അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ, അവന്റെ ഉദ്യമങ്ങളെ ആശീർവദിക്കണമേ. മറ്റൊരുത്തന്റെ ഉദ്യമം ആശീർവദിക്കപ്പെട്ടിട്ട് അവൻ സമ്പന്നനായിട്ട് എനിക്കെന്താ പ്രയോജനം എന്ന് വേണമെങ്കിൽ എൻ്റെ മനസ്സിനോട് എനിക്ക് ചോദിക്കാം. പക്ഷേ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആ മധ്യസ്ഥ പ്രാർത്ഥന വഴി സ്വാർത്ഥതയുടെ വിഷം കടപുഴകി വീഴുന്നത് ഞാനും നിങ്ങളും കാണും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന പ്രവൃത്തി ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരും. പ്രാർത്ഥനയും ഉപവാസവും വഴി. നിവർന്നിരിക്കാൻ ഒരു സംഭവം പറയാം. എനിക്ക് പെട്ടെന്ന് ഒരു 10,000 രൂപ അത്യാവശ്യമായിട്ട് വന്നു. ഞാൻ പല പണക്കാരോടും ചോദിച്ചു, എനിക്ക് കുറച്ച് പൈസ വേണം. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, റേഷൻ മേടിച്ചിട്ട് 7 ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എങ്കിൽ എനിക്ക് വേണ്ട, ഞാൻ അങ്ങോട്ട് തരാം. ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്: എൻ്റെ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ ഇനി മറ്റൊരുത്തൻ്റെ നേരെ ഞാൻ കൈ നീട്ടുന്നില്ല, നിനക്ക് തരാൻ പറ്റുമെങ്കിൽ തരിക എന്ന് പറഞ്ഞ് ഞാൻ കൊരട്ടിമുത്തിയുടെ പള്ളിയുണ്ട്, കൊരട്ടിമുത്തി, ആ പള്ളിയിൽ പോയിരുന്നിട്ട് 4 കൊന്ത ചൊല്ലി അങ്ങ് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ഒരു സിസ്റ്ററിൻ്റെ മുഖം എനിക്ക് ദൈവം തമ്പുരാൻ ദർശനത്തിൽ കാണിച്ചു തന്നു. ആ മുഖം കണ്ട സിസ്റ്ററിൻ്റെ അടുക്കൽ ഞാൻ ചെന്ന് ചോദിച്ചു, സിസ്റ്ററെ, എനിക്ക് പെട്ടെന്ന് കുറച്ച് പൈസ അത്യാവശ്യമായിട്ട് വന്നിരിക്കുന്നു, എന്നെ ഒന്ന് സഹായിക്കാവോ? ആ സിസ്റ്റർ പെട്ടെന്ന് മുറിയിലേക്ക് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, ബ്രദറെ, ഇതാ ഞാൻ പെൻഷൻ പറ്റി പോന്നപ്പോൾ പൈസയുമായിട്ടാണ് പോന്നിരിക്കുന്നത് ബാങ്കിലിടാൻ. ബ്രദറിന് എത്ര രൂപയാണ് വേണ്ടത്? അത് ഞാൻ തന്ന് സഹായിക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ. അന്ന് എനിക്ക് മനസ്സിലായത് ഫിലിപ്പി 4:6 ദൈവം പറഞ്ഞൊരു വചനം: നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ നേരിട്ട് കാണും. പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അല്ല, ഈശോ പറഞ്ഞത് മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവചനം: നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും, ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്ത്. വർഷങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പെൻഡിങ്ങിൽ കിടക്കുന്ന ചില മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ ശക്തിയോടെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നിന്റെ കരുണ കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. വർഷങ്ങളായി ഇവരുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും നേടാൻ കഴിയാത്ത ചില മേഖലയിലേക്ക് നിന്റെ ശക്തി അയക്കണമേ. അത് സാധിച്ചു കൊടുത്ത് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനൊരിക്കൽ മലയാറ്റൂർ മല കയറാൻ വേണ്ടി പോയി. മലയാറ്റൂർ മല കയറി തോമാസ് ലീഗയുടെ സന്നിധാനത്തിൽ ചെന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തോമാസ് ലീഗയുടെ സന്നിധാനം. ഒരു 500 പേര് കൈകൾ നീട്ടിപ്പിടിച്ച് തോമാസ് ലീഗയെ പൊന്നും കുരിശു മുത്തപ്പോ എന്തെങ്കിലും തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തെങ്കിലും തരണമേ എന്നുള്ള പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്. പിന്നെയോ വിശുദ്ധന്മാര് പ്രാർത്ഥിച്ച മോഡലാണ് നമ്മൾ എടുക്കേണ്ടത്. വിശുദ്ധന്മാര് ദൈവഹിതം നിറവേറാനാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ സൗമ്യമായ നിർബന്ധം ദൈവത്തിന്റെ മുമ്പാകെ ചെലുത്തുന്നതിൽ തെറ്റൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. സൗമ്യമായ നിർബന്ധം. അതാണ് സങ്കീർത്തനം 69:13 ദൈവം പറയുന്നത്: കർത്താവേ, കരുണാമയനായ ദൈവമേ, അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ അങ്ങന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് എന്നെ അനുഗ്രഹിക്കണമേ. ഇതാണ് സൗമ്യമായ നിർബന്ധമാണിത്. ദൈവം അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, 250 പേര് തോമാസ് ലീഗയുടെ സന്നിധാനത്തിലിരുന്ന് 2 കൈ നീട്ടിപ്പിടിച്ച് പൊന്നും കുരിശു മുത്തപ്പോ രക്ഷിക്കണേ, സഹായിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് പ്രത്യേക ആവശ്യമൊന്നുമില്ലായിരുന്നു. ഞാനും, എന്നാലും എല്ലാവരും പ്രാർത്ഥിക്കുന്നതല്ലേ എന്ന് കരുതി ഞാനും അവരുടെ കൂടെ പോയിരുന്ന് കൈ നീട്ടിപ്പിടിച്ച് പൊന്നും കുരിശു മുത്തപ്പോ തരണേന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സഹോദരിയുടെ എളിയിൽ ഒരു മാലാക കുഞ്ഞുണ്ടായിരുന്നു. ആ മാലാക കൊച്ചിൻ്റെ കയ്യിൽ കുറേ തുട്ടുകൾ, 1-ൻ്റെയും 2-ൻ്റെയും തുട്ടുകൾ വണ്ണാരപ്പെട്ടിയിൽ ഇടാൻ വേണ്ടി കൊടുത്തതാ. ഈ കൊച്ചൊരു പിശുക്കി കൊച്ചായതുകൊണ്ട് ഒരു പെട്ടിയിലും ഇട്ടില്ല, 2 കൈയിലും മുറുക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അമ്മയുടെ എളിയിൽ.
അപ്പോഴാണ് ഞാൻ അവിടെ ഇരുന്ന് പൊന്നും കുരിശ് മുത്തപ്പോ എന്തെങ്കിലും തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഈ കൊച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിച്ചിട്ട് ആ ഒരു കയ്യിലിരുന്ന പൈസ എൻ്റെ കയ്യിലേക്ക് ഇട്ട് തന്നു. എനിക്കാകെ ഒരു നാണക്കേടായി പോയി. മറ്റുള്ളവരിത് കാണുന്നുണ്ടോ? ഞാൻ ചുറ്റുപാടും നോക്കിയപ്പോൾ എനിക്കാകെ ഒരു അസ്വസ്ഥത. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എന്തുകൊണ്ടാണ് ഈ കുഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ പൈസ ഇട്ടു തന്നിരിക്കുന്നത്? പെട്ടെന്ന് എനിക്കൊരു ബോധ്യം കിട്ടി. എൻ്റെ പ്രകൃതവും എൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ ആ കൊച്ചിന് ഇങ്ങനെ തോന്നി, തെണ്ടണമെന്ന് ആഗ്രഹമുണ്ട്, അഭിമാനം സമ്മതിക്കാത്ത. ഇതും കഴിഞ്ഞിട്ട് പിന്നെയും ഈ കൊച്ച് എൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, ദൈവമേ, എന്തു പറ്റി ഈ കൊച്ചിന്? പെട്ടെന്ന് എനിക്കൊരു ബോധ്യം കർത്താവ് തന്നു. മോനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. മുകളിൽ കയറി മലയിൽ കയറി 2 കൈയും വിരിച്ച് പ്രാർത്ഥിക്കുന്നവനും താഴെ തോർത്തിട്ട് വിരിച്ച് പ്രാർത്ഥിക്കുന്നവനും എൻ്റെ കണ്ണിൽ തുല്യ ദുഃഖിതനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുകളിൽ കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുന്നവനും താഴെ തോർത്ത് വിരിച്ചിട്ട് യാചിക്കുന്നവനും എൻ്റെ കണ്ണിൽ തുല്യ ദുഃഖിതനാണ്. എന്നെ അതിശയിപ്പിച്ച കാര്യം അതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. കൈ നീട്ടുന്നവർക്ക് സമൃദ്ധിയുണ്ടെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞ വാക്കാണ് എന്നെ അനുഗ്രഹിച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് പോലും എൻ്റെ കൈ നിറച്ച് തരാൻ കഴിയുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്നുള്ള ബോധ്യം. 2 കരങ്ങളിലേക്ക് സ്തുതിച്ചേ, ശക്തിയോടെ സ്തുതിക്കേ. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ കൈ കൊണ്ട് പോലും എൻ്റെ കൈകൾ നിറച്ചു തരാൻ കഴിയുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്നെ നിരന്തരം നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ.